നമസ്തേ, ഞാൻ ഡോക്ടർ അഖിലസ് ദേവർമ്മ. തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ തിരുവാറ്റൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ക്ഷേത്ര മേൽശാന്തിയോടെ സേവനം അനുഷ്ഠിക്കുന്നു. നമ്മളെല്ലാവരും തന്നെ സനാതനധർമ്മ വിശ്വാസികളാണ്. എന്നാൽ സനാതനധർമ്മത്തിന്റെ മൂല്യത്തെപ്പറ്റി നമുക്ക് യാതൊരുവിധ ധാരണയുമില്ല. 90% ആളുകൾക്കും അതിനെപ്പറ്റി യാതൊരുവിധ ധാരണയുമില്ല. നമ്മളുടെ സനാതനധർമ്മത്തിൽ അതിശ്രേഷ്ഠമായ അമൂല്യമായ ഒരു നിധി ഒളിഞ്ഞിരിക്കുന്നു. ആ നിധി നമ്മൾ അറിഞ്ഞാൽ, ആ നിധി നമ്മളുടേതായാൽ ഈ ധർമ്മത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്ന് ഇല്ല എന്ന് നമുക്ക് ബോധ്യമാവും. എന്താണ് ആ നിധി എന്നുള്ളതല്ലേ? അത് നമ്മളുടെ ധർമ്മം തന്നെയാണ്. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ആ ധർമ്മം നമ്മളെ സംരക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മളുടെ സനാതന ധർമ്മവും സ്വധർമ്മവും പാടെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്നുള്ള തലമുറയ്ക്കും നമ്മളിൽ നിന്ന് വളർന്നു വരുന്ന തലമുറയ്ക്കും ഈ ധർമ്മത്തെ പറ്റിയും നമ്മളുടെ സനാതന ധർമ്മത്തിന്റെ അമൂല്യമായ നിധിശേഖരത്തെ പറ്റിയും അറിയില്ല. ഇത്രയേറെ പൈതൃകങ്ങളും സംസ്കാരങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുന്ന ധർമ്മം മറ്റേതാണുള്ളത്. എന്നിട്ട് പോലും നമ്മളിലുള്ള പല ആളുകളും ഈ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നത് തന്നെ നമ്മൾ നമ്മുടെ ജന്മത്തോട് ചെയ്യുന്ന, നമ്മളുടെ കർമ്മത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ്. മോക്ഷം കിട്ടാതെ നമ്മളുടെ ആത്മാവ് ഈ ഭൂമിയിൽ അലഞ്ഞുകൊണ്ടിരിക്കും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ ധർമ്മത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇനിയുള്ള തലമുറകളിലേക്ക് നമ്മൾ നമ്മളുടെ ധർമ്മത്തെ പകർന്നു നൽകണം. നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് പോലും ഇന്ന് നമ്മളിൽ പലർക്കും അറിയില്ല. ആരോട് ചോദിച്ചാലും പറയും ഒന്നെങ്കിൽ മഹാഭാരതമാണ്, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതമാണെന്നൊക്കെ. എന്നാൽ ശരിക്കും നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം അത് വേദമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം തുടങ്ങിയ 4 വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അതിശ്രേഷ്ഠമായുള്ള ധർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ ജീവിത രീതിയും നമ്മളുടെ ഭൂമിയിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ തന്നെ ഓരോ കണ്ടുപിടുത്തങ്ങളും നടത്തിയിരിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ വരെ അംഗീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും നമുക്ക് അതിനെപ്പറ്റി യാതൊരു ധാരണയില്ല. നമ്മളുടെ ഈ വേദങ്ങളുടെ മൂല്യങ്ങളെ പറ്റി പഠിക്കുവാനും നമ്മളുടെ ധർമ്മത്തിലേക്ക് മാറുവാനും വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഒരുപാട് ആൾക്കാർ നമ്മളിലേക്ക് എത്തപ്പെടുന്നു. എന്നിട്ടും നമ്മൾ നമ്മുടെ സ്വധർമ്മത്തെ തള്ളിപ്പറയുന്ന ഒരു പ്രക്രിയയാണ് ഇന്ന് ഹിന്ദുധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ നമ്മളെല്ലാവരും ക്ഷേത്ര ദർശനം നടത്തും, വീട്ടിൽ നിലവിളക്കുകൾ കത്തിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ടെന്നൊക്കെ പറയും. എങ്കിലും നമ്മളുടെ ഭക്തി അതാണോ ശരിക്കും ഭക്തി എന്ന് പറയുന്നത്? നമ്മളുടെ ഭക്തി എപ്പോഴൊക്കെയാണ് ഉണ്ടാകുന്നത്? നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ, മാനസികമായോ ശാരീരികമായോ ഗൃഹപരമായോ നമ്മളുടെ വസ്തുപരമായോ, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ക്ഷേത്രത്തിനെ പറ്റിയും നമ്മളുടെ പരദേവതയെ പറ്റിയും കുടുംബദേവതയെ പറ്റിയും ദേശദേവതയെ പറ്റിയും ഒക്കെ ആലോചിക്കുന്നത് തന്നെ. അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇതാണ് ശരി. നമുക്ക് ഭക്തി ഉണ്ടാകും. എത്ര നേരത്തെ ഭക്തി? ചിലപ്പോൾ 5 സെക്കൻഡോ 10 സെക്കൻഡോ നേരത്തെ ഉള്ള ഭക്തി. ചില ആളുകളെ കാണാം, അവർ ക്ഷേത്രത്തിന്റെ മുന്നിൽ കൂടെ പോകുമ്പോഴും കൈ പൊക്കിയൊന്ന് ഇങ്ങനെ വെച്ചിട്ട് പോകുന്നതല്ലാതെ ഒന്ന് ക്ഷേത്രത്തിലേക്ക് കയറുകയോ അവിടെ നിർത്തി ഒരു 2 മിനിറ്റ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയോ ചെയ്യാറില്ല. എന്താ 2 മിനിറ്റ് വൈകുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? ഒരു കുറച്ചു സമയം, ഒരു 10 മിനിറ്റ് സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ ഭക്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ഈശ്വരന് വേണ്ടി, നിങ്ങളുടെ ധർമ്മത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സമയമില്ല. അതാണ് നമ്മളുടെ ധർമ്മം നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി മാറുന്നത്. നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ വേഗത്തിൽ ക്ഷേത്രത്തിലെത്തുന്നു, ഒന്ന് വേഗത്തിലൊന്ന് തൊഴുന്നു, അവിടെ നിന്ന് പ്രസാദം വാങ്ങുന്നു, ക്ഷേത്രത്തിന്റെ മതിലുകളിലും തൂണുകളിലും ചിത്രപ്പണികൾ ആ ചന്ദനം കൊണ്ട് ചെയ്തു വെക്കുന്നു, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നു. ഇതൊക്കെ ശരിയായ പ്രവണതയാണ്. മറ്റെവിടെയെങ്കിലും ഇത് കാണാൻ സാധിക്കുമോ? സാധിക്കില്ല. കാരണം എന്താണ്? നമുക്കറിയില്ല. നമ്മളുടെ ധർമ്മത്തിന്റെയും അതിന്റെ ആചാരങ്ങളെയും പറ്റി നമുക്ക് ഒരു വിധത്തിലുള്ള ജ്ഞാനവുമില്ല. ജ്ഞാനമില്ലാത്തവന് ഭക്തി ഉണ്ടാകുന്നു? ഇല്ല, ഉണ്ടാവില്ല. എന്താന്ന് വെച്ചാൽ പ്രജ്ഞാനം ബ്രഹ്മ. എന്താണ് പ്രജ്ഞാനം? ജ്ഞാനം എന്റെ അറിവാണ് ഈശ്വരൻ. ആ അറിവുണ്ടായാൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഈശ്വരൻ ജനിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അറിയില്ല, നമുക്ക് അറിവില്ല. അറിവില്ല എന്നുള്ളതല്ല, ആ അറിവിനെ തേടി നമ്മൾ പോകുന്നില്ല.
എന്നിട്ടോ നമ്മൾ ക്ഷേത്രത്തിൽ ചെന്നു, ദർശനം നടത്തി, പ്രാർത്ഥിച്ചു, എന്തെങ്കിലും പ്രശ്ന പരിഹാരത്തിന് ഏതെങ്കിലും ജ്യോത്സ്യനെ കണ്ടതിന് ശേഷം ആ ജ്യോത്സ്യൻ പറഞ്ഞതായിരിക്കാം ക്ഷേത്ര ദർശനം നടത്തുക, നിങ്ങളുടെ പരദേവതയെ കാണുക, അല്ലെങ്കിൽ ദേശദേവതയെ കാണുക, ഇന്ന വഴിപാട് നടത്തുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ ചെല്ലുന്നു, നമ്മൾ ആ ധൃതി പിടിച്ച് ക്ഷേത്രത്തിൽ ചെന്ന് നമ്മുടെ പ്രശ്നം തീർക്കാൻ വേണ്ടി ആ പറഞ്ഞ വഴിപാട് നടത്തുന്നു, ഓടുന്നു. എന്നിട്ടോ നമ്മുടെ പ്രശ്നം തീരുവോ? ഇല്ല. എന്തുകൊണ്ടാണ് പ്രശ്നം തീരാത്തത്? ഇത്രയും കണക്കിന് വഴിപാടുകൾ നമ്മൾ നടത്തേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ടോ? ഇല്ല. നമ്മുടെ ഉള്ളിലെ ഭക്തി ഉണർന്നാൽ, നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ അറിഞ്ഞാൽ നമുക്ക് നമ്മളുടെ 80% പ്രശ്നങ്ങളും തീരും എന്നുള്ളതാണ്. അതിനെന്താണ് വേണ്ടത്? ഈശ്വരനെ അറിയണം. ഈശ്വരനെ അറിയാൻ എന്ത് വേണം? ഒരു ഗുരു ഉണ്ടാവണം, ഇല്ലേ? ഗുരു ഉണ്ടായാൽ നമുക്ക് ഈശ്വരനെ അറിയാം. അതാണ് പറയുന്നത് മാതാപിതാ ഗുരു ദൈവം. എന്താണ്? മാതാവ് പിതാവിനെ കാണിച്ചു തരുന്നു, മാതാവും പിതാവും കൂടെ ഗുരുവിനെ കാണിച്ചു തരുന്നു, ഗുരു നമുക്ക് ഈശ്വരനെ കാണിച്ചു തരുന്നു. അതാണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അല്ലാതെ മാതാവ് കഴിഞ്ഞാൽ പിതാവ്, പിതാവ് കഴിഞ്ഞാൽ ഗുരു, ഗുരു കഴിഞ്ഞാൽ ദൈവം എന്നുള്ളതല്ല. നമ്മൾ ഈശ്വരനെ കാണണമെങ്കിൽ ഒരു ഗുരു വേണം. നമുക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളിലേക്ക് ഈ ധർമ്മത്തെ നമുക്ക് ഉണർത്തുവാനായിട്ട് നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി. അവർക്ക് അവരുടെ മാതാപിതാക്കൾ തന്നെ ഗുരുവായി മാറി നമുക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ധർമ്മത്തെ പറ്റി അവർക്ക് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ടാവും.